ഒരു രൂപയുടെ പോലെ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് 200 രൂപ നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടുന്ന ഒരു അടിപൊളി ലൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതെല്ലാവരും ചെയ്യുക. 200 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ UPI കിട്ടും. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, നിങ്ങൾക്ക് ഏതെങ്കിലും UPI ഉണ്ടെങ്കിൽ ആ ഒരു UPI നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഒരു പേയ്മെൻറ്റ് ഉറപ്പാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൂഫ് ഈ ഒരു വീഡിയോയിൽ ഇപ്പം തന്നെ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രൂഫാണ്. ഡേറ്റും ടൈമും നോക്കാം, ഫേക്ക് പ്രൂഫ് അല്ല. ഡേറ്റും ടൈമും നോക്കാം. അതേപോലെ തന്നെ വീഡിയോക്കകത്ത് ലൈവായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. ഒരുപാടധികം ടാസ്ക് ഒന്നുമില്ല. മറ്റുള്ള യൂട്യൂബർ വീഡിയോ ഇടുന്ന കണക്ക് കുറേ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കുറേ ക്യാഷ് ഉണ്ടാക്കി അങ്ങനെ വിഡ്രോ ചെയ്യുന്ന പരിപാടിയല്ല. ഒറ്റ സംഭവമേ ഉള്ളൂ. കയറുക, ഈ പരിപാടി ഞാൻ പറയണമെങ്കിൽ ചെയ്യുക. അപ്പം തന്നെ 200 കൈ മേടിക്കുക, പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, വീഡിയോക്ക് ലൈക്കും ചെയ്തിട്ട് പോവുക. കൂടുതൽ വീഡിയോസ് ഇനിയും വരും, ആ വീഡിയോസ് കാണുക. അതാണ് പരിപാടി, വേറെ ഒന്നുമില്ല. ചെറിയൊരു പരിപാടി. ഈ ഒരു വീഡിയോ കാണുക, ഈ വീഡിയോ പറഞ്ഞ കണക്കൊക്കെ ചെയ്യുക, ഇപ്പം തന്നെ ക്യാഷ് കൊണ്ടങ്ങ് പോവുക. അടിപൊളി പരിപാടി, മിസ് ചെയ്ത് കളയരുത്. കൂടുതൽ പറഞ്ഞ് വായിപ്പിക്കുന്നില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് വേറെ ആരും തരത്തില്ല. സോ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലൊന്നും പറഞ്ഞ് താമസിക്കുന്നില്ല. നമുക്ക് തന്നെ നമ്മളെ വീഡിയോട്ട് കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഓഫർ. അപ്പം നമുക്ക് വീഡിയോട്ട് കിടക്കാം. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും, ഓഫറിൻ്റെ ലിങ്ക് വെച്ചിട്ട്. അപ്പം ഓഫറിലോട്ട് നിങ്ങൾ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം അതിനകത്തുള്ള UPI ID ഉണ്ടല്ലോ. ബാങ്കുകാർക്ക് എല്ലാവർക്കും UPI ID ഉണ്ടല്ലോ. അതേപോലെ ഈ പറയുന്ന ആപ്ലിക്കേഷനുകൾക്കെല്ലാം UPI ID ഉണ്ടല്ലോ. ആ UPI ID അവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുമ്പം നേരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരും. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനിടുക. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ വേറെ അങ്ങോട്ട് പോകരുത്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേറെ അങ്ങോട്ട് പോകരുത്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനിട്ടിട്ട് അവിടെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനുശേഷം ഇവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ അടിക്കാനായിട്ടുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ താഴെയിട്ട് കാണാൻ പറ്റും. ആ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. കണ്ടിന്യൂ ബട്ടൺ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അടുത്തായിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ അടിക്കാനാണ്. അപ്പോൾ നിങ്ങളൊരു പിൻ അടിച്ചു കൊടുക്കുക. ഒരു 6 digit പിൻ അടിച്ചു കൊടുക്കുക. ഈ ഒരു പിൻ ഒരു സേഫ്റ്റി പിന്നാണ്. അതായത് നമ്മുടെ പാസ്വേഡിന് പകരമായിട്ടൊരു പിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പിന്ന് നിങ്ങൾ മറന്നു പോയത്. അപ്പോൾ ഒരു 6 digit പിൻ അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളൊരു ബട്ടൺ താഴേണ്ട അതിൽ ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം സെറ്റ് ഇറ്റ് അപ്പോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ Gmail അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു പേജിലേക്ക് വരും. ഈ പേജിനകത്ത് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് യുവർ KYC എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു 5 മിനിറ്റ് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല, ഒരു 10 മിനിറ്റ് വരെ നിങ്ങൾ ഈ ഒരു പേജിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അത്രയും സമയം വരെ ഒന്നും പോകത്തില്ല. 5 മിനിറ്റിനുള്ളിൽ തന്നെ, 5 മിനിറ്റ് പോലും വേണ്ട. അപ്പം ആ ഒരു ടൈമിനുള്ളിൽ തന്നെ 1 രൂപ വരും. ആ 1 രൂപ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി തൊട്ടുള്ള സ്റ്റെപ്സ് ചെയ്യാവൂ. നിങ്ങൾക്ക് 1 രൂപ ഒരു 5 മിനിറ്റിൽ മാക്സിമം പോയ 10 മിനിറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും 1 രൂപ നിങ്ങൾ കൊടുത്തിട്ടുള്ള UPI ID വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓഫർ ബാക്കി ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു 100 രൂപ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു 1 രൂപ വന്നെന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി KYC കൂടി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 100 രൂപ കിട്ടും എന്നുള്ളൊരു സേഫ്റ്റി സംഭവമാണ് ആ 1 രൂപ വരുന്നത്. അപ്പം നിങ്ങൾക്ക് 1 രൂപ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാവൂ. അപ്പോൾ 1 രൂപ കിട്ടിയതിന് ഉറപ്പ് വരുന്നതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ അടിക്കുക. അപ്പോൾ KYCയിലേക്ക് നമ്മൾ കയറും. നമ്മുടെ തന്നെ ചോദിക്കുന്നത് നിങ്ങളെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യാനാണ്. അപ്പം നിങ്ങളെ പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡിലെ രീതിയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് ട്രേഡിംഗ് എക്സ്പീരിയൻസ് ലെസ് ദാൻ 1 year കൊടുത്താൽ മതി. നിങ്ങളെ ജോലി തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾ ആനുവൽ ഇൻകം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ജെൻഡറും അതേപോലെ മാരിറ്റൽ സ്റ്റേറ്റസും ഉപയോഗിക്കും. അതെല്ലാം കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 4 ടിക്ക് അങ്ങ് ടിക്ക് ചെയ്തേക്കുക കേട്ടോ. ആ ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളൊരു ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ സൈൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ സൈൻ ഇവിടെ ഇട്ട് കൊടുക്കണം. ഈ ഒരു ഇൻ്റർഫേസ് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ ഇങ്ങനെ വരച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ സിഗ്നേച്ചർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ നിങ്ങളവിടെ ഇങ്ങനെ വരച്ച് നിങ്ങളുടെ സിഗ്നേച്ചർ, ഒറിജിനൽ ആയിട്ടുള്ള സിഗ്നേച്ചർ അവിടെ വരച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ വരച്ചപ്പോൾ തെറ്റിപ്പോയെങ്കിൽ ഇറേസ് ഓട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടെ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അഡ്രസ്സ് ഇവിടെ കാണിക്കും. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അഡ്രസ്സ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അതിനുശേഷം നിങ്ങളുടെ ഒരു സെൽഫി എടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ പെർമിഷൻ കൊടുത്തതിന് ശേഷം സെൽഫി എടുക്കുക. ടേക്ക് എ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സെൽഫി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സെൽഫി നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം പക്കയായിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്.
അപ്പം അതിനുശേഷം നിങ്ങളടുത്ത് ₹1 അയക്കാൻ പറയും. അപ്പോൾ നമ്മൾ വെരിഫൈ വിത്ത് UPI ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ സെക്യൂർലി വിത്ത് UPI എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മൊബൈലിലുള്ള ഫോൺ പേ, ഗൂഗിൾ പേ എല്ലാ ആപ്ലിക്കേഷൻ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴിയാണോ ₹1 ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ₹1 സെൻഡ് ചെയ്ത് കൊടുത്താലും ഈ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് തന്നെ നമ്മുടെ ബാങ്കിൽ വരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ നഷ്ടമൊന്നും വരാനില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു UPI ആപ്പ് ഉപയോഗിച്ച് ഇവർക്ക് ആ ഒരു ₹1 സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ മതി. ആ ഒരു UPI ആപ്പിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് അങ്ങ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, വേറെ നമ്മളല്ലാതെ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് അയച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും അപ്ലോഡ് ലേറ്റർ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്നും നമുക്ക് സാധനം ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് വെച്ചാൽ നോമിനി വേണ്ട, നമുക്ക് ആഡ് ലേറ്റർ തന്നെ കൊടുക്കാം. ആഡ് ലേറ്റർ കൊടുത്തിട്ട് സൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്. സൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആധാർ കാർഡ് നമ്പർ കാര്യങ്ങൾ കൊടുത്ത് പ്രൊസീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു. സൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ഇവിടെ ഐ ഹാവ് റെഡ് ദ ഡോക്യുമെൻറ്റ് ഡേറ്റ എന്നൊക്കെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആധാർ കാർഡ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തതിന് ശേഷം സെൻഡ് OTP ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്ന നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം, അതായത് ഇതിന് ശേഷമുള്ള ഓപ്ഷനാണ്, അത് ഞാൻ കാണിക്കുന്നില്ല. ആ ഒരു OTP കാര്യങ്ങൾ അതിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ റീസെൻറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആപ്ലിക്കേഷനിലേക്ക് ഒന്നുകൂടെ കയറുക. അപ്പോൾ എന്താ നിങ്ങളുടെ ഈ ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ ഐഡിയൽ ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ അകത്തേക്ക് കയറും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വി ആർ റിവ്യൂയിങ് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുക. അതായത് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഇപ്പം അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം പക്കയെന്ന് ഉറപ്പ് വരുത്തിയിട്ട്, അതായത് 2 ദിവസമാണ് കാണിക്കുന്നത്, പക്ഷേ 2 ദിവസമൊന്നും വേണ്ട, മാക്സിമം ഒരു മണിക്കൂർ, അരമണിക്കൂർ, 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഇതുവരെ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങളുടെ UPI ID-യിലേക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, പേയ്മെൻറ്റ് പക്കയായിട്ട് കിട്ടും. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫിനിഷ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ വേറെ ഫിനിഷ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങൾ പിന്നെ റീസൺ അടിച്ചിട്ട് നിങ്ങളുടെ പണിക്ക് ചെയ്യാൻ പൊക്കോ. പിന്നെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതല്ല. ഇത്രയും കാര്യം ചെയ്ത് തന്നെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്രൂവ് ആയിക്കോളും. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ പക്കാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള UPI ID-യിലേക്ക് ക്യാഷ് വരും. അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇത് എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫാണ്. ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് കിട്ടിയ പേയ്മെൻറ്റാണ്. മാക്സിമം 1 മണിക്കൂർ എനിക്ക് എടുത്തിട്ടുള്ളൂ. 1 മണിക്കൂർ പോലും എടുത്തിട്ടില്ല. അവർ അക്കൗണ്ട് അപ്രൂവ് ആയതിനു ശേഷം അപ്പം തന്നെ എനിക്ക് ഈ ഒരു ക്യാഷ് കയറി. വേറെ പരിപാടി ഒന്നും ചെയ്തില്ല. അവിടെ നിന്ന പോലും ഇല്ല. അവിടെ ഞാൻ പറഞ്ഞ പോലെ അവിടം വരെ ചെയ്തു. അതിനുശേഷം ഞാൻ ആപ്പെല്ലാം റീസെൻറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോയി. പിന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതേപോലെ ₹100 ക്രെഡിറ്റ് ആയി. അതെ, ആപ്പ് സ്റ്റോക്സ് എന്നുള്ള ആപ്പിൻ്റെ പേരിൽ തന്നെ ക്രെഡിറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളയാം. ആവശ്യം കഴിഞ്ഞു, നമുക്ക് പൈസയും കിട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ സേഫ്റ്റി ഇഷ്യൂസ് അങ്ങനെയൊന്നും പ്രശ്നം വരത്തില്ല. കാരണം ഇതെല്ലാം NSDL സൈറ്റാണ്. NSDL സൈറ്റ് എന്ന് പറയുന്നത് നാഷണൽ ആയിട്ടുള്ള നമ്മളെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം സെക്യൂരിറ്റി ചെയ്യുന്ന ഇതാണ്, സൈറ്റാണ്. അപ്പം അവരുടെ നിന്ന് പെർമിഷൻ ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ നിന്ന് പെർമിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ആപ്സൊക്കെ പക്ക ജെന്യൂനാണ്. അതല്ലാതെ നമ്മളെ ഡേറ്റാസ് ഇവർ വിൽക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നിങ്ങളൊന്ന് ഓർത്തേക്കാം. നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലുള്ള സേഫ്റ്റി ഇഷ്യൂസും വരത്തില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടല്ലോ. സിമ്പിൾ പരിപാടിയാണ്. ഈ ഒരു വീഡിയോയും 10 മിനിറ്റേ ഉള്ളൂ. ആ ഒരു പരിപാടി ചെയ്യേണ്ടതും 10 മിനിറ്റേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇപ്പം തന്നെ 10 മിനിറ്റ് കഴിഞ്ഞാണ്. അടുത്തൊരു 10 മിനിറ്റിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരും. മൊത്തത്തിൽ ₹200 നിങ്ങളൊരു അരമണിക്കൂർ കൊണ്ടുണ്ടാക്കി. സിമ്പിൾ പരിപാടിയാണ്. മിസ് ചെയ്ത് കളയരുത്. മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടില്ല. സോ മടി പിടിക്കാതെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തോളൂ. ഇതുപോലത്തെ അടിപൊളി ഓഫേഴ്സ് ഇനിയും നമ്മുടെ ചാനലിൽ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുന്നതും പഴയ വീഡിയോസിൻ്റെ ഓഫേഴ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓർപ്പിക്കുന്നതായിരിക്കും ഗ്രൂപ്പിൽ. സോ മിസ് ചെയ്യരുത്. ഗ്രൂപ്പിലേക്ക് കയറിക്കോ, ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് കയറിക്കോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഇതിൽ നല്ല വീഡിയോസ് വീണ്ടും കാണാം. അങ്ങനെ